വാർത്താ ദിനം തുടങ്ങുന്ന പ്രധാന വാർത്തകൾ. കിഫ്ബി മസാല ബോണ്ടിൽ ഐസക്കിന് വീണ്ടും ഇഡി നോട്ടീസ്. അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാക്കണം. രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം. ദില്ലിയിലെ സമരം കേരളത്തിന്റെ അതിജീവനത്തിനെന്ന് മുഖ്യമന്ത്രി. സമരം ആരെയും തോൽപ്പിക്കാനല്ല, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ. കേന്ദ്രം സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ പ്രക്ഷോഭം നാളെ ഡൽഹിയിൽ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളി കർണാടക ഉപമുഖ്യമന്ത്രി. കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിന് പിന്തുണയെന്ന് DK ശിവകുമാർ. ಅಲ್ಲಿಂದ ಈ ಸರ್ಕಾರಕ್ಕೆ ಕಣ್ಣು ಇಲ್ಲ, ಹೃದಯನೂ ಇಲ್ಲ, ಕಿವಿನೂ ಇಲ್ಲ. They are our neighbors. They are our neighbors. We respect them. ജന്തർ മന്ദിറിൽ കർണാടകയുടെ പ്രതിഷേധം. SFIO പരിശോധന തടയണമെന്ന ഹർജിയിൽ KSIDCക്ക് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനെന്ന് കോടതി. KCDCയിൽ SFIO പരിശോധന. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി. 56 അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ്. ധൃതി പിടിച്ചുള്ള നടപടിയെന്ന് നാട്ടുകാർ. വാഹന പരിശോധനയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച ഗതാഗത വകുപ്പ്. 284 സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ അനുവദിച്ചത് 71 ലക്ഷം രൂപ. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഇപോസ് മെഷീനുകൾ ഇന്നും ഉപയോഗശൂന്യം. യാത്രക്കാരെ പിഴിയാനുള്ള പുതിയ വഴി തേടി ലക്ഷങ്ങൾ പൊടിക്കുന്നുവെന്ന് ആക്ഷേപം.